നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ പോവാം ഡോക്ടറെ. ഞാൻ പറഞ്ഞോട്ടെ സാറെ, കൊണ്ടുപോകാൻ വരട്ടെ. ഡോക്ടറല്ല, അത് ഇവിടെ കൊണ്ടുവച്ചത് ഞാനാ. ഡോക്ടറെ രക്ഷിക്കാൻ വെറുതെ നീ കുറ്റമാക്കണ്ട. ഇതേ കൂടിയ കേസാ, പുറം ലോകം കാണാൻ പറ്റില്ല. ഞാൻ ആരെ രക്ഷിക്കാൻ വേണ്ടി അല്ല സാറേ പറഞ്ഞത്. ചെയ്തത് ഞാൻ തന്നെയാ. ഞാനൊരു സ്ഥിരം കുറ്റവാളിയാ. ഈ ക്ലിനിക്കിൽ ഞാൻ ജോലിക്ക് കയറിയത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ. അങ്ങനെ വരട്ടെ. ഡോക്ടറിന്റെ പങ്കാളിയായവൻ അല്ലേടാ? അല്ല, ഡോക്ടർക്കൊന്നും അറിയില്ല. ഈ ബിസിനസിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ. ക്ലിനിക്കിന്റെ മറപറ്റി ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണെന്ന് എനിക്കറിയായിരുന്നു. നുണയാ സാറേ ഇവൻ പറയുന്നത്. ഡോക്ടർ നിരഞ്ജനെ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറ്റം ഏറ്റെടുത്തതാ. ആണോടാ? നിന്റെ ഈ തീരുമാനത്തിന് പിന്നില് വേറെ ആരുടെ ഒരു സ്വാധീനമുണ്ടോ? നിന്റെ ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയാണോടാ നീ കുറ്റം ഏറ്റെടുക്കുന്നത്? അല്ല സാറേ, ആരും പറഞ്ഞിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാ ഞാൻ കുറ്റം കേൾക്കുന്നത്. നിനക്കതിന്റെ ഗൗരവം അറിയില്ല. അകത്ത് പോയാ പിന്നെ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കീഴടങ്ങുന്നത്. പ്രതി സ്വയം കുറ്റം സംബന്ധിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ഡോ പിടിച്ചോണ്ടോടും. സാറിനെ പോലൊരു നിരപരാധി ഒരിക്കലും ഇങ്ങനെ ഒരു കേസിൽ അകത്ത് പോകാൻ പാടില്ല. പോട്ടെ സാറേ. നിങ്ങളും മിടുക്കനാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവന്മാർ തന്നെയാ കൂടെ നിർത്താൻ കിട്ടിയത്. തങ്കച്ചി, നിങ്ങൾ എന്നെ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്, പല രീതിയിൽ. അതൊക്കെ ഞാൻ മറക്കും. പക്ഷെ ഇത് ഞാൻ മറക്കില്ല. എന്റെ ചോരയെ കൊണ്ട് തന്നെ നിങ്ങളതൊക്കെ ചെയ്യിച്ചു. അതിത്തിരി കൂടിപ്പോയി തങ്കച്ചി. ഏത് ചോര? എനിക്കതിൽ പങ്കൊന്നുമില്ല. ഞങ്ങൾ ഇത് വിശ്വസിക്കണോ അല്ലേ തങ്കച്ചി? നിങ്ങൾ ഇത്രയും ദുഷ്ടയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാ അറിയുന്നത്. ഞങ്ങളോടൊന്നല്ല, ഒരാളോട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. നിനക്ക് ഭ്രാന്ത. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് വേറെ ആരോ ചെയ്തതാ. എനിക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇറങ്ങി പോയി ഇവിടുന്ന്. നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് കാണണ്ട. ഞാൻ പോവാം, പക്ഷേ നമ്മൾ തമ്മിൽ പല കണക്കുകളും ബാക്കിയുണ്ട്. അതൊക്കെ ഞാൻ തീർക്കും ഒന്നൊന്നായിട്ട്. മിണ്ടാതെ ഇറങ്ങി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ച കഴുത്തിന് പിടിച്ച് പുറത്താക്ക. ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനല്ലല്ലോ ഞാൻ വന്നത്. ഒന്നേ കൂട്ടത്തിൽ എനിക്ക് കിട്ടുമെന്ന് താങ്ങിയല്ലേ? പിന്നെ ഞാനാരാണെന്ന് പറഞ്ഞു? ദല്ലാൾ, മാഫിയ ഡീലർ. എന്റെ ബേസ് ഗോവയിൽ. അല്ല, ഈ കഥയൊക്കെ നിങ്ങളോടാര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? തങ്കച്ചി, മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ എന്നോട് കളിക്കാൻ വരരുത്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനാ ഞാൻ. അതെനിക്കറിയാലോ. എന്നിട്ട് എന്തിനാ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയത്? എന്റെ കാശ് തട്ടിയെടുത്തവനാ നീ. നിന്നെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. എന്നാ കേട്ടോ, ആ കാശ് പോയതുപോലെ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഈ ജീവൻ പോലും പോയിന്ന് വരും. ഒരാളെ കൊല്ലാനൊന്നും എനിക്കൊരു പേടിയില്ല. തങ്കച്ചിയുടെ ഭാഗ്യം കൊണ്ടാ കുറ്റം ആ പരുന്ത് ഏറ്റെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഈ ഡോക്ടർ അകത്ത് പോയേനെ. അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. ഒരു വൃത്തികെട്ട സ്ത്രീയെ കൊല്ലുമെന്ന് എന്റെ ജാതകത്തിലുണ്ട്. അത് ശരിവെക്കാനുള്ള അവസരം നിങ്ങളായിട്ട് എനിക്ക് ഉണ്ടാക്കി തരരുത്. എന്നാ പോട്ടെ.
പറയ ഡോക്ടറെ. സിധു, ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയെങ്കിലും പരുന്തിനെ രക്ഷിക്കണം. ഞാനും നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. പൊന്നുമണിയാ അതിവിടെ കൊണ്ടുവന്നത്. അത് അവൾക്ക് ആര് കൊടുത്തു എന്നറിയില്ല. തങ്കച്ചി അവനുള്ള സാധ്യത കൂടുതലാ. ആ, അവിടെ തന്നെ അവനെ വഴിയുള്ളൂ. അതെങ്ങനെ തെളിയിക്കും? അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം പരുന്തിനെ രക്ഷിക്കാനുള്ള വഴി നോക്കാം. പൊന്നുമണിയാണ് ആ ബാഗ് കൊണ്ടുവന്നതെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? CCTV ഫുട്ടേജോ മറ്റോ? ഇല്ല. പിന്നെ എങ്ങനെ തെളിയിക്കും? സാരമില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ ഞാൻ വിളിക്കാം. പാവം പരുന്ത്. എനിക്ക് വേണ്ടിയാ അവൻ ആ കുറ്റം ഏറ്റെടുത്തത്. അതും ആരും പറയാതെ. പരുന്തിനെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് സിദ്ധു. സിദ്ധു വിചാരിച്ച അത് നടക്കും. ഡോക്ടർ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. അവിടുന്ന് കൊണ്ടുപോയെങ്കിലും കോടതിയുടെ മുൻപിൽ കേസ് തെളിയിക്കാനൊന്നും പോലീസിന് കഴിഞ്ഞെന്ന് വരില്ല. ഡോക്ടർ സമാധാനമായിട്ടിരിക്കെ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി. എന്തായി സ്വാമി, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? സത്യമാണ് സാറേ. ആ പരുന്ത് എന്ന് പറയണവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നാണക്കേടായല്ലോ സ്വാമി. അവനെയൊക്കെ ജോലിക്ക് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ കുഴപ്പമാവുന്നു. അതെങ്ങനെ കേൾക്കണ്ടേ? ഇപ്പൊ കണ്ടില്ലേ ഓരോന്നോട്ട് അനുഭവിക്കുന്നത്. എന്താണ് സത്യം എന്നൊന്നും ആർക്കും അറിയില്ല. പല കഥകളും കേൾക്കുന്നുണ്ട്. അന്വേഷണം കഴിഞ്ഞാലേ എന്തെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റൂ. ആരെങ്കിലും ചതിച്ചതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരില്ല. ആ, തൃപ്തിയായല്ലോ എല്ലാവർക്കും. ആ ക്ലിനിക്ക് തുടങ്ങണ്ടെന്നൊരു 100 വട്ടം ഞാൻ പറഞ്ഞതാ. നിങ്ങളുടെ വാശിക്ക് തുടങ്ങിയതല്ലേ? എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. അതൊക്കെ കേട്ടില്ലെങ്കിലും അനുസരിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കും. ഡാഡിക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ടോ? അത് മനസ്സ് തകർന്നു വന്നിരിക്കുക. അപ്പൊ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഒരു ഡോക്ടർക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് അറിയാവോ? ഗുഡ്വില്ല. എല്ലാവരും കൂടി അത് കളഞ്ഞു കുളിച്ചില്ലേ? ആര് കളഞ്ഞു കുളിച്ചെന്ന് സാറ് പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരുന്തും തെറ്റ് ചെയ്തിട്ടില്ല. ആരോ ചെയ്ത തെറ്റിന് ഇരയായിരിക്കും ആ പാവം. അതും എനിക്ക് വേണ്ടി.